ഈ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വിളിച്ചപ്പോൾ ഈ പട്ടാളം വരണമെന്നുള്ള ആവശ്യം കുടുംബം മുന്നോട്ട് വെച്ചിരുന്നില്ലേ? എന്തായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം? സാറ് പറഞ്ഞത് നമുക്ക് അവിടെ നേവലും അതേമാതിരി എയർഫോഴ്സും ഒക്കെ അവിടെ വരുന്നുണ്ട്, അവര് നോക്കട്ടെ, അതിനപ്പുറത്തേക്കെല്ലാം ബാക്കി നമുക്ക് പിന്നെ അവിടുത്തെ ആ ലൊക്കേഷനും കാര്യങ്ങളും നോക്കിയിട്ട് ഏത് ആളുകൾ വരണം എന്നുള്ളത് നമ്മൾ നോക്കട്ടെ എന്നാണ് സാറ് പറഞ്ഞത്. ഇനിയിപ്പോ സൈന്യം വരേണ്ട ആവശ്യമില്ല എന്ന് കുമാരസ്വാമി അവിടെ എത്തി പറയുന്നു എന്നുള്ളതാണ്. ഈ സാധ്യമായ എല്ലാ മാർഗവും ഉപയോഗിക്കുക എന്നതിനപ്പുറത്തേക്ക് ഇത്തരം സാങ്കേതികതകൾ പറയുന്നതിനെ എങ്ങനെയാണ് അഞ്ജു കാണേണ്ടത്? നമുക്ക് വിശ്വാസത നഷ്ടപ്പെട്ടു മാഡം. നമ്മൾ സാധാരണക്കാർക്ക് ഇതൊന്നും നീതി കിട്ടൂല, ഇങ്ങനത്തെ കാര്യത്തിൽ നീതി കിട്ടൂല എന്നുള്ളൊരു വിശ്വാസം ഇപ്പൊ വന്നു. കാരണം നമ്മൾ ഇത്രയൊക്കെ പറഞ്ഞിട്ടും അതൊരു ഡ്രൈവർ അല്ലേ എന്നുള്ളത് ഏതൊരു പോലീസുകാരെ അവിടുന്ന് ചോദിക്കുന്നുണ്ട്, ഡ്രൈവർക്ക് വേണ്ടിയിട്ടാണോ എന്നുള്ളത്. അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു നടപടി എടുക്കുന്നത്. ഒരു മിനിസ്റ്ററിന്റെ ആരെങ്കിലും ആ ഒരു ലെവലിലുള്ള ആളുകളോ പൊളിറ്റിക്സ് ആയിട്ട് ഞാൻ പറയല്ല, വലിയ അങ്ങനത്തെ ആളുകളാണെങ്കിൽ ഒരു പക്ഷേ കുറച്ചും കൂടിയും സ്പീഡിൽ ഇതിന് നീതി കിട്ടിയേനെ തോന്നുന്നു. ഇവരുടെ ഒരു മനോഭാവം വെച്ചിട്ട് അത് ഡ്രൈവറിന് വേണ്ടിയിട്ടുള്ള ഒരു തെരച്ചിലായതുകൊണ്ടാകാം ഇത്ര ഒരു അവരെ ഭാഗത്തുനിന്ന് ഒരു വലിയൊരു രീതിയിൽ പോവാഞ്ഞത്. അഞ്ജു, അങ്ങനെയല്ല. ഇതിപ്പോ അർജുൻ അദ്ദേഹത്തിന്റെ ജോലി അങ്ങനെയൊന്നുമല്ല. ഇത് നോക്കുന്നപ്പോ നമ്മളെല്ലാവരും അല്ലെ, നമ്മുടെ ഒരു കൂടെ പറഞ്ഞ പോലെ കേരളം മുഴുവൻ ഒന്നിച്ച് നിൽക്കുകയാണ്. കേരളം മുഴുവൻ നമ്മൾ അങ്ങനെയാണ് നിൽക്കുന്നത്. കേരളത്തിന്റെ എല്ലാ സപ്പോർട്ടും മീഡിയന്റെ എല്ലാ സപ്പോർട്ടും ഉള്ളതുകൊണ്ട് ആ ഒരു ധൈര്യം വിശ്വാസം ഞങ്ങൾക്ക് അത്രയുണ്ട്. നമ്മുടെ കൂടെ നിങ്ങളെല്ലാവരും നമ്മുടെ കൂടെ ഉണ്ട്. പക്ഷെ ഞാൻ അവിടുത്തെ അവസ്ഥയാണ് പറയുന്നത്. അവിടെ നിന്നുള്ള നമുക്ക് ഓരോ ചോദ്യങ്ങളും ഇതൊക്കെ കാണുമ്പോഴേ